ടോപ്പിക്കലി പലസ്തീൻകാരിൽ നമ്മൾ നമ്മൾ ഇങ്ങനെ അറിയിച്ച് ചെയ്യണമെന്നില്ലല്ലോ. നമ്മൾ ഇതിന് കണക്കായിട്ട് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്താണ്. മനസ്സിലായി, ചില ആൾ ഇസ്രായേലിന്റെ പക്കത്താണ്, ചില ആൾ പലസ്തീന്റെ പക്കത്താണ്. അപ്പൊ നമ്മൾ പബ്ലിക്കലി ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്. മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ അല്ല ഇസ്രായേലിനെ സപ്പോർട്ടാണ്. അതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായി, അവരെ ഉറപ്പിക്കാനും പറ്റൂല. അപ്പം അതെ, അതാ എന്റെ ഉള്ളിൽ ഇരുന്നോളൂ. ഞാൻ അതിനുള്ള കാര്യങ്ങൾ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നു. രാഷ്ട്രീയം പുറത്തല്ല, അകത്താണ്. രാഷ്ട്രീയം ഇവിടെ സംസാരിക്കാൻ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. തൊപ്പി എന്ന നിഹാദിന്റെ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു മാനുഷിക പരിഗണന മാത്രം വെച്ചാൽ മതി. സത്യം പറഞ്ഞാൽ മതം വേണ്ട, ജാതി വേണ്ട, ആണെന്നോ പെണ്ണെന്നോ വേണ്ട, വർണ്ണവർഗങ്ങൾക്കപ്പുറം പ്രയാസപ്പെടുന്നവരെ നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പ്രയാസപ്പെടുന്നവരുടെ വേദനകളെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിതുപോലെ പ്രതികരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കും, ഫലസ്തീനിൻ്റെ മക്കൾക്ക് വേണ്ടി. കാരണം ആ ഗസയുടെ തെരുവോരങ്ങളിൽ പ്രയാസപ്പെടുന്ന മക്കളെ നമ്മൾ കാണുകയാണ്. കൈക്കാലുകൾ നഷ്ടപ്പെട്ടവർ, ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചുന്നവർ, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയിട്ട് കാണുന്ന പൈപ്പുകളുടെ ചുവട്ടിൽ പോയി തലകുനിച്ച് നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, വാ തുറന്ന് പിടിച്ചു നിൽക്കുന്ന മക്കൾ, അല്ലേ? തൻ്റെ കാല് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്ന മക്കൾ, ഇങ്ങനെയുള്ള മക്കളെ നമ്മൾ കാണുകയാണ്. ഒരു ദിവസം ഞങ്ങൾ 5 വക്തിനപ്പുറം മറ്റൊന്നും കൂടെ ഞങ്ങൾ നിസ്കരിക്കുന്നു, 6 നേരം ഞങ്ങൾ നിസ്കരിക്കുന്നു എന്ന് ഫലസ്തീനിൽ ഒരു പിഞ്ചു കുട്ടി പറയുന്ന വാക്ക് നമ്മൾ കേട്ടു. 5 വക്തുകൾക്കപ്പുറം നിസ്കരിക്കുന്നത് അത് മയ്യത്ത് നമസ്കാരമാണ്. മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ നമ്മുടെ പിഞ്ചു മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ മുമ്പിൽ പെടഞ്ഞു വീഴുമ്പോൾ എങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ശബ്ദിക്കാതിരിക്കാൻ കഴിയുന്നത്? നമ്മുടെ ശബ്ദവും നമ്മുടെ നോട്ടവും നമ്മുടെ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടിയിട്ടാക്കാൻ നമുക്ക് കഴിയണം. കാരണം അവർ നിരപരാധികളാണ്. നിഹാദിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വിഷമമാകും. തിരിച്ചും അങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേദനയാകും. അവിടെ നമ്മൾ സൗഹൃദങ്ങളോ മറ്റോ അല്ല നോക്കേണ്ടത്. ആരുടെ ഭാഗത്താണ് ന്യായം, സത്യം ആരുടെ ഭാഗത്താണ് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വേദനിക്കുകയാണ്, അവർ കണ്ണുനീരിലാണ്, അവർ പ്രയാസത്തിലാണ്. അവരുടെ കണ്ണുനീരൊപ്പാൻ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ എന്തുകൊണ്ടാണ് കഴിയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഫലസ്തീനിൻ്റെ മക്കൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫോളോവേഴ്സ് കുറയും, നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളൊക്കെ നമ്മൾ തള്ളി പറയുന്നുണ്ടാകും, നമ്മുടെ സബ്സ്ക്രൈബ് കുറഞ്ഞിട്ടുണ്ടാകും, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം കുറഞ്ഞത്, നമ്മളെ തള്ളി പറഞ്ഞത്, നമ്മളെ കുറ്റപ്പെടുത്തിയത് സത്യത്തിന് വേണ്ടി സംസാരിച്ചപ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് സത്യത്തിന് വേണ്ടി നിലയുറപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം.